ഹരേ കൃഷ്ണ. ഞാൻ എന്തിന് ഭഗവത്ഗീത പഠിക്കണം? ഓരോരുത്തരുടെ ഉള്ളിലും ഈ ചോദ്യം ഉദിച്ചേക്കാം. മനുഷ്യർ അങ്ങനെയാണല്ലോ. എന്തെങ്കിലും പ്രവൃത്തി ചെയ്താൽ അതിന് തിരിച്ചൊരു ഫലം കിട്ടണം. ഇല്ലെങ്കിൽ എന്തിനു വെറുതെ സമയം പാഴാക്കുന്നു എന്ന തോന്നൽ പലരിലുമുണ്ട്. ആഹാര നിദ്ര ഭയം മൈഥുനം ച സാമാന്യ ഏതത് പശുഭിർ നരാണാം ധർമ്മോ ഹി തേഷാം അധികോ വിശേഷോ ധർമ്മേന ഹീന പശുഭി സമാന. ഉണ്ണുക, ഉറങ്ങുക, പ്രത്യുൽപാദനം നടത്തുക, സ്വയം സംരക്ഷിക്കുക, ഈ 4 വിഷയങ്ങൾ മൃഗങ്ങളിലും മനുഷ്യരിലും പൊതുവായതാണ്. എന്നാൽ മനുഷ്യന് മാത്രമേ അവൻ്റെ 6ാമത്തെ അറിവ് ഉപയോഗിച്ച് ധർമ്മത്തിൻ്റെ പാതയിൽ സഞ്ചരിക്കുവാൻ സാധിക്കൂ. ധർമ്മം എന്നാൽ എന്താണ്? ഉദാഹരണത്തിന്, തീയുടെ ധർമ്മം അതിന് ചൂടുണ്ട് എന്നതാണ്. വെള്ളത്തിൻ്റെ ധർമ്മം അത് ഒഴുകുന്നു എന്നതാണ്. അതുപോലെ ആത്മാവിൻ്റെ ധർമ്മം ഭഗവാനെ അറിയലാണ്. ഭഗവാന് ഭക്തി സേവ ചെയ്യലാണ്. എന്തിനാണ് ഭഗവാനെ അറിയാനായി ഭഗവത്ഗീത പഠിക്കുന്നത്? ഓരോരുത്തരും അവരവരുടെ വിശ്വാസങ്ങളനുസരിച്ച് പല ദൈവത്തിൽ വിശ്വസിച്ചാണല്ലോ ജീവിക്കുന്നത് എന്ന സംശയം നമുക്ക് തോന്നിയേക്കാം. 33 കോടി ദേവീദേവന്മാർ നമ്മളെ കാത്തു സംരക്ഷിക്കാനായിട്ടുണ്ട്. അതിൽ എല്ലാവരുടെയും നാമമോ രൂപമോ പോലും നമുക്കറിയില്ല. എല്ലാവരും ഭഗവാൻ കൃഷ്ണൻ്റെ അംശങ്ങളാണെന്നും ഓരോരുത്തർക്കും അവരവരുടേതായ ഉത്തരവാദിത്വം ഭഗവാൻ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും ഭഗവത്ഗീതയിൽ പറയുന്നു. അതുകൊണ്ട് ഭഗവാൻ കൃഷ്ണനെ തൃപ്തിപ്പെടുത്തിയാൽ ഈ 33 കോടി ദേവീദേവന്മാരും തൃപ്തരാകും എന്നാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. ഉദാഹരണത്തിന്, ഒരു മരത്തിൻ്റെ വേരിന് വെള്ളമൊഴിച്ചാൽ ആ മരത്തിലെ ഇലകളും ശാഖകളും പൂക്കളും കായ്കളും പഴങ്ങളും എല്ലാം തൃപ്തരാകുന്നു. എന്തിന് ശാസ്ത്രങ്ങൾ പഠിച്ച് അറിവ് നേടണം? അറിവ് നേടാൻ നമുക്ക് പല വഴികളുണ്ട്. നമ്മുടെ ഇന്ദ്രിയങ്ങൾ മൂലം, ഊഹങ്ങൾ മൂലം, ശാസ്ത്രങ്ങൾ മൂലം. നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് പരിധികളുണ്ട്. കണ്ണുണ്ടെങ്കിലും എല്ലാവർക്കും വ്യക്തമായി കാണാൻ കഴിഞ്ഞെന്ന് വരില്ല. ഉദാഹരണത്തിന്, ഒരു മുറിയിൽ ഇരുന്നത് കൊണ്ട് മറ്റൊരു മുറിയിൽ നടക്കുന്ന വിഷയങ്ങൾ എന്താണെന്ന് കാണാൻ നമുക്ക് സാധിക്കില്ല. ഒരു കഴുകിന് അത് ഉയരത്തിൽ പറന്നാലും താഴെ ഇരിക്കുന്ന വസ്തുക്കളെ വ്യക്തമായി കാണാം. നമ്മുടെ കാതുകൾക്ക് കേൾക്കാവുന്നതിനേക്കാൾ ചെറിയ ശബ്ദം പോലും വവ്വാലുകൾക്കും മറ്റ് ചില പക്ഷികൾക്കും മൃഗങ്ങൾക്കും കേൾക്കാമത്രേ. അതുകൊണ്ട് നമ്മുടെ ഇന്ദ്രിയങ്ങൾ തരുന്ന അറിവിന് പരിമിതികളുണ്ട്. ഊഹം മൂലം നമുക്ക് അറിവ് നേടാം എന്ന് പറഞ്ഞല്ലോ. അതെങ്ങനെ? കാഴ്ചയില്ലാത്ത 6 പേർ ആനയെ വർണ്ണിച്ചാൽ എങ്ങനെയിരിക്കും? അതുപോലെയായിപ്പോകും ആത്മീക വിഷയങ്ങളും. അതുകൊണ്ട് ഒരു ഗുരുവിൻ്റെ സഹായത്തോടെ ശാസ്ത്രങ്ങൾ പഠിച്ചു വേണം നമ്മുടെ ഈ വിലമതിപ്പില്ലാത്ത മനുഷ്യ ശരീരത്തെ ധർമ്മത്തിൻ്റെ വഴിയിൽ നടത്തിക്കൊണ്ടു പോകാൻ. എന്താണ് ശാസ്ത്രം? ഭഗവാന്റെ ആദ്യ സൃഷ്ടിയായ ബ്രഹ്മാവിന് ഭഗവാനാൽ ഉപദേശിക്കപ്പെട്ടതാണ് വേദങ്ങൾ. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവണവേദം എന്നിങ്ങനെ 4 വേദങ്ങളുണ്ട്. 5ാമത്തെ വേദമായി മഹാഭാരതത്തെ കരുതുന്നു. മഹാഭാരതത്തിലെ ഒരു ഭാഗമാണ് ഭഗവത്ഗീത. ഇതിനെ വേദങ്ങളുടെ സാരം എന്ന് പറയുന്നു. അതിനാൽ എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണോ ഒരു മനുഷ്യൻ തൻ്റെ ജീവിതം ജീവിക്കേണ്ടത്, അതാണ് ശാസ്ത്രം. ഗുരു സാധു ശാസ്ത്രത്തിൻ്റെ വഴിയിലൂടെ വേണം നമ്മൾ ജീവിക്കാൻ. നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു ചൊല്ലാണ് മാതാ പിതാ ഗുരു ദൈവം. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഒരു അമ്മയാണ് നമുക്ക് അച്ഛനെ കാണിച്ചു തരുന്നത്. അമ്മ കാണിക്കുന്ന ആളെ ഒരു സംശയവുമില്ലാതെ നമ്മൾ അച്ഛനായി ഏറ്റെടുക്കുന്നു. ആ അച്ഛനാണ് നമുക്ക് ഗുരുവിനെ കാണിച്ചു തരുന്നത്. ആ ഗുരു നമുക്ക് ദൈവത്തെ കാണിച്ചു തരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഗുരുവിനെ തിരഞ്ഞെടുക്കുമ്പോൾ വളരെ അധികം ശ്രദ്ധിക്കണം. സാധുക്കളുടെ സംഘം നമ്മളെ ഇതിനൊക്കെ പ്രാപ്തരാക്കുന്നു. ഭഗവത്ഗീത എന്ന ഒരൊറ്റ ഗ്രന്ഥം മതി മുഴുവൻ വേദങ്ങളുടെയും ഉപനിഷത്തുക്കളുടെയും സാരം മനസ്സിലാക്കാൻ. ഇന്നത്തെ കാലത്ത് ഒരു വീട്ടിൽ ഓരോരുത്തർക്കും ഓരോ മൊബൈൽ എന്ന പോലെ ഓരോരുത്തർക്കും ഓരോ ഭഗവത്ഗീത ആവശ്യമാണ്. ആർക്കൊക്കെ എന്തൊക്കെ ചോദ്യങ്ങളുണ്ടോ അതിനുള്ള ഉത്തരം ഭഗവത്ഗീതയിലുണ്ട്. ഹരേ കൃഷ്ണ.